പണ്ട് CPM-ൻ്റെ നോട്ടീസൊക്കെ ഇറങ്ങുമ്പോൾ യോഗത്തിൻ്റെ അതിന് താഴെ ഒരു സെൻറ്റൻസ് ഉണ്ട്. യോഗാനന്തരം സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. സാംബശിവൻ അന്ന് വലിയ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. ആൾ കൂടും, സ്ത്രീകളും ഒക്കെയായിട്ട്, പ്രായമേറിയവരും ഒക്കെയായിട്ട്. അപ്പോൾ CPM-ൻ്റെ പരിപാടി ഒരു ജനസമുദ്രമായിരിക്കും. അത് ഇപ്പോൾ വേറൊരു തരത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ KPCC-യുടെ നാടകവും ഉണ്ടല്ലോ. നാടകവും KPIC-യുടെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അത് ഈ സമ്മേളന കാലത്തും പല വേദികളിലും ഉണ്ടായിരുന്നുണ്ട്. ജില്ലാ സമ്മേളനത്തിനും ഏരിയ സമ്മേളനത്തിലെല്ലാം ഈ സമ്മേളന കഴിഞ്ഞ ശേഷം ഇത്തരം നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് തന്നെ നാം ശ്രദ്ധിച്ചിരുന്നു, ഈ വഞ്ചൂർ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ, റോഡ് തടസ്സപ്പെടുത്തി. ആ സമ്മേളനത്തിനിടയിലും ഇത്തരം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം പ്രദർശിപ്പിക്കുന്നതായി വിളിച്ചു പറഞ്ഞു പോകുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഉള്ളത് യോഗാനന്തരം മുരുകൻ കാട്ടാക്കടയുടെ കവിതയാണെന്ന് തോന്നുന്നു, മനുഷ്യനാവണം മനുഷ്യനാവണമെന്ന്. അല്ല, അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു സംഭവം ഉണ്ട്, ശ്രീമതി ടീച്ചറിന്റെ ഡാൻസ് ഉണ്ട്. അതെ 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 എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു CPM-ൻ്റെ സമ്മേളനം വരാൻ പോവുകയാണല്ലേ. അത് പിന്നെ പാർട്ടി കോൺഗ്രസ് ദേശീയ സമ്മേളനം, അത് എവിടെ, മധുരയിലല്ലേ. അപ്പോൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമല്ലേ. തീർച്ചയായും. അതിനു മുൻപ് തന്നെ നാം മറ്റൊരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതെന്ന് ചോദിക്കുമ്പോൾ അത് BJP അല്ല, കോൺഗ്രസ് അല്ല, RSP അല്ല, മറ്റു ഒരു പാർട്ടികളുമല്ല, അത് നമ്മുടെ CPM ആണ്. CPM അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഇപ്പോൾ കാണിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മുസ്ലിം പ്രീണനവുമായെല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. ആ ഹിന്ദു ആചാരങ്ങളെ എതിർക്കുകയും ശബരിമല ഉൾപ്പെടെയുള്ളവ എങ്ങനെ തകർക്കാമെന്ന രീതിയിലുള്ള ഒരു ഗവേഷണത്തിലായിരുന്നു. ഇപ്പോൾ ആ ഗവേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈഴവർ ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാന വോട്ട് ബാങ്കാണല്ലോ തീയരും ഈഴവരെല്ലാം, അവരെല്ലാം പാർട്ടിയിൽ നിന്നും അകലുന്നതായി ആ പാർട്ടി തന്നെ തുറന്നു പറയുകയും 2024 ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ തന്നെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വോട്ടുകൾ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നാം കണ്ടത് പിണറായി ഉൾപ്പെടെയുള്ളവർ ഈ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുകയും അവരുടെ എല്ലാം പ്രധാന വോട്ട് ബാങ്കായിട്ടുള്ള പാർട്ടിയായ മുസ്ലിം ലീഗിനെ വിമർശിക്കുക, SDP-യെ വിമർശിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക, ഈ കോഴിക്കോട് കടൽ തീരത്ത് കുറച്ചു പേർ അങ്ങനെ ഒരു വ്യായാമം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പോപ്പുലർ ഫണ്ട് എന്ന് ആരോപിക്കുക, മെക്സവിനെ വിമർശിക്കുക, അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനം നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഹിന്ദുക്കളെ പ്രണയിക്കാനുള്ള വഴിയാണ്, അവരെ ഭക്തിമാർഗത്തിലേക്ക് നടത്തുവാനുള്ള വഴിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇവര് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇവര് BJP അല്ലാതെ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്നുള്ളത് അവിടെയും തിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ BJP പിരിച്ചുവിടേണ്ടി വരും. കാരണം ഒന്നാതെ അവിടെ BJP-യിൽ നല്ല മികച്ച നേതാക്കളോ കൃത്യമായി അധികാരത്തിൽ വരാനുള്ള തന്ത്രങ്ങളോ ഒരുക്കാനുള്ള ഒരു മുഖമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലേ ഒരു തട്ടിക്കൂട്ട് BJP-യെ CPM BJP ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ക്ഷേത്രങ്ങളിൽ സാറ് സൂചിപ്പിച്ചതുപോലെ മധുരയിലാണ്, ഈ തമിഴ്നാട്ടിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ സമ്മേളനത്തിൽ പോകുന്നവർക്ക് ചില ഓഫറുകളുമുണ്ട്. ഒരു ടൂർ പാക്കേജാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോകുന്ന വഴിയിൽ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും മുമ്പ് ഈ ക്ഷേത്രമെല്ലാം ദർശിച്ച്, അവിടെ അറിയാലോ തമിഴ്നാട്ടിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ, മധുരയാകുമ്പോൾ അതിൻ്റെ തൊട്ട് സമീപത്ത് അടുത്തല്ല, കുറച്ച് മാറി പളനിയുണ്ട്. അതെ, മധുര പളനി വഴിയെല്ലാം ഇനി പറയുമ്പോ ഇനി പ്രത്യേകിച്ച് ഈ വേദിക്ക് മുന്നിൽ ആള് നിൽക്കുമ്പോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടാണോ പാർട്ടി കോൺഗ്രസിൽ? അല്ല, എനിക്ക് തോന്നുന്നു അപ്പം CPM ഇവിടുന്ന് കാവടി എടുത്തായിരിക്കും പോകുന്നത്. പളനിയും തിരുപ്പുറം കുണ്ടറും ഒക്കെ കയറി മധുരയിലെത്തുമായിരിക്കും. മധുര മീനാക്ഷി ക്ഷേത്രത്തിലും ഒക്കെ അവർ ദർശനം നടത്തുമെന്നുള്ളത്. അതെ, ചിലപ്പോൾ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയായിരിക്കുമല്ലേ ഇപ്പൊ ഈ കാവടി എടുക്കുന്നത്. എന്തായാലും ക്ഷേത്രങ്ങളിൽ തൊഴുതാണ് ഇനി ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. കാരണം BJP-യോടുള്ള സമീപനം ഏത് തരത്തിലായിരിക്കും? അല്ല, അതിന്റെ രഹസ്യരേഖ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. പക്ഷെ അത് ഒരു ഫാസിസ്റ്റ് സർക്കാരല്ല. അവർ പ്രത്യേക ഒരു വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ചില ഫാസിസ്റ്റ് സർക്കാരുകളെ ചില രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ആ രീതിയൊന്നും മോദി സർക്കാരിൽ ഇല്ലെന്നാണ്
ഇപ്പോൾ CPIയുടെ നിലപാടും ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CPI പറഞ്ഞ ഇതൊരു നവ ഫാസിസ്റ്റ് സർക്കാരാണ്. അതോടൊപ്പം തന്നെ അവർ ഹിറ്റ്ലറെല്ലാം ഓർമ്മിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നരേന്ദ്രമോദിയുടെ വികസനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു രഹസ്യ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നാം ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇതൊരു ടൂർ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിവിധ സഹകരണ സംഘം ബാങ്കുകളാണ്. ഈ സഹകരണ സംഘം ബാങ്കുകൾ നിയന്ത്രിക്കുന്നത് CPM ആണ്. അവരാണ് ഇത്തരത്തിലൊരു ടൂർ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും CPM അംഗങ്ങളും അതോടൊപ്പം തന്നെ അണികളുമെല്ലാം വലിയ രീതിയിൽ ഇതിൽ പങ്കെടുക്കണമല്ലോ. അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഉണ്ടാകുമായിരിക്കും ഈ ടൂർ പാക്കേജ്. ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്ന കാസർഗോഡാണ്. കാസർഗോഡിൽ നിന്നുള്ള, കാരണം കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലകളാണല്ലോ CPMന്റെ എല്ലാ കാലത്തും ശക്തി കേന്ദ്രം. കയ്യൂരും അല്ലെ, കതിരൂരും കയ്യൂരും എല്ലാം അടങ്ങുന്ന മലബാർ മേഖലയിൽ നിന്നുമായിരിക്കും ഈ ഓരോ സമ്മേളനത്തിലും പാർട്ടി അണികൾ കൂടുതൽ എത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അണികളുള്ള ഘടകവും അത് നമ്മുടെ ഈ കണ്ണൂർ ഘടകമാണ്. എനിക്കൊന്ന് പിന്നെ കേരളത്തിനായിരിക്കും നിർണായക സ്ഥാനമുള്ളത് പാർട്ടി കോൺഗ്രസ്. കാരണം അധികാരമുള്ള ഒരു സംസ്ഥാനം ആകെ ഒരു പച്ചത്തുരുത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ബംഗാളിൽ നോക്കുകയാണെങ്കിൽ 33 വർഷം ഭരിച്ച പാർട്ടിക്ക് തുടർച്ചയായ 2ാം വട്ടം പോലും ഒരു MLA ലഭിക്കുന്നില്ല, ഒരു MP ലഭിക്കുന്നില്ല. ത്രിപുരയിലാണെങ്കിൽ പറയുകയും വേണ്ട, അതിപ്പോൾ അവർ കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് മത്സരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും അവിടെ തിരിച്ചു വരാനും സാധിക്കുന്നില്ല. പിന്നീടുള്ളത് കേരളത്തിലാണ്. പിന്നെ ഈ തമിഴ്നാട്ടിൽ DMKയുടെ പിന്തുണയോടുകൂടി തന്നെ ഒരു 2 സീറ്റ് വിജയിച്ച് അവിടെ 2 MP മാരുണ്ട്, കുറച്ച് MLA മാരുണ്ട്. അങ്ങനെ MLA മാരുണ്ടെങ്കിലും ആ സർക്കാരിലൊന്നും പരിഗണിക്കില്ല. കേരളത്തിലെല്ലാം ആകുമ്പോൾ ഈ ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിമാരെ അനുവദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലാം DMKയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നക്കാപ്പിച്ചയുമായി നിങ്ങൾക്ക് കുറച്ച് MLA സീറ്റ് വിജയിക്കാം, അത്ര തന്നെയാണ് ഈ സഖ്യത്തിൽ ചേർന്നാലുള്ള ഒരു പ്രയോജനം. എന്തായാലും ആ സഖ്യമുള്ള നാട്ടിൽ തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഈ പഴനി, നമുക്കിനി ക്ഷേത്രങ്ങളിലേക്ക് വരാം. ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് ഇവർ ടൂർ പാക്കേജ് ചെയ്തിരിക്കുന്നത് എന്ന്. പഴനി ക്ഷേത്രം, സാറ് പറഞ്ഞതുപോലെ അവിടെ പോകുമ്പോഴായിരിക്കും കാവടിയുമായി CPM സഖാക്കൾ യാത്ര ചെയ്യേണ്ടത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം, അതുമുണ്ട്. പിന്നീട് രാമേശ്വരത്തും പോയി, അതെന്ത് പാപം ഒഴുക്കി കളയാൻ വേണ്ടിയായിരിക്കും അല്ലേ? അതെ അതെ അതെ. അവിടെയും ഇനി അവിടെയും ഈ സന്ദർശനത്തിന്റെ ഭാഗമായുണ്ട്. നീലേശ്വരത്ത് ഒരു ബാങ്കാണ്. ബാങ്കിന്റെ 4 ദിവസത്തെ ടൂർ പാക്കേജ് 4700 രൂപയാണ് ഇതിനവർ ഈ ചാർജ് ഈടാക്കുന്നത്. ഏപ്രിൽ 4 വൈകിട്ട് ആരംഭിക്കുന്നു. പിറ്റേ ദിവസം പഴനി, മധുര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി CPM പാർട്ടി കോൺഗ്രസും കണ്ട ശേഷം രാമേശ്വരത്തെത്തി താമസിക്കുക. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാണ് രാമേശ്വരത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണതയിലെത്തുന്നത് രാമേശ്വരത്ത് എത്തുമ്പോഴായിരിക്കും. കാരണം അത് അവർക്ക് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആദ്യം പഴനിയാണ്, പഴനിയിൽ നിന്നും മധുരയിലേക്ക് പോകുക, മധുരയിൽ നിന്നാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക. അപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്. ഈ കാവടിയുമേന്തിയായിരിക്കും ചിലപ്പോൾ സഹാക്കൾ പോകുന്നത്. അതിനുശേഷം ആദ്യം പഴനിയിൽ സന്ദർശനം നടത്തുന്നു, പിന്നീട് മധുരയിൽ സന്ദർശിക്കുന്നു. അതിനുശേഷം അവർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് എന്താണോ പാർട്ടി പറയുന്നത്, അടുത്ത വർഷങ്ങളിൽ, വരുന്ന 4 വർഷങ്ങളിൽ പാർട്ടിയുടെ എന്തെല്ലാം അജണ്ടയാണ് നടപ്പിലാക്കാനുള്ളത്, അത് മുഴുവൻ അവിടെ നിന്ന് പഠിക്കുന്നു, കേൾക്കുന്നു. അതിനുശേഷമായിരിക്കും അവർ അടുത്ത വണ്ടിക്ക് രാമേശ്വരത്ത് പോവുകയും അവിടെ പോയൊരു താമസിച്ചാണ് തൊട്ടടുത്ത ദിവസവും അവിടെ പോയതിനു ശേഷം അറിയാലോ, അവിടെ ധനുഷ്കോടിയുണ്ട്. ധനുഷ്കോടിയുടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. അതിനുശേഷം ഏപ്രിൽ 7 തിരികെ നാട്ടിലെത്തുന്നത്. ആ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPM അതിൻ്റെ നയം മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും 2026 അവർക്ക് അധികാരത്തിൽ വരണമെന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു CPMൽ ഈ ഹൈന്ദവ സമൂഹം വളരെ അവർക്കാണല്ലോ കൂടുതൽ സ്ട്രെങ്ത് നിൽക്കുന്നത്. അത് അതിനകത്തൊരു വിള്ളലുണ്ടാക്കി BJPയിലേക്ക് ഏറെ പോകാനുള്ള സാധ്യത. അല്ല, ഇത്തരം ടൂർ പാക്കേജുകൾ നാം കേട്ടിട്ടുള്ളത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേട്ടിട്ടുണ്ട്. അത് സർക്കാർ തന്നെ നടപ്പിലാക്കും. ഗുജറാത്ത് അതൊരു ആത്മീയ ടൂർ പാക്കേജ് ആണ്. അങ്ങനെ ആ രീതിയിലേക്കാണ് ഇപ്പോൾ CPM കടന്നു വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അയോധ്യ സന്ദർശനം, വാരണാസി സന്ദർശനം, അങ്ങനെ ഇത്ര ഐഡിയകൾ കൊണ്ടുവന്നത് BJP ആണ്. അങ്ങനെ BJPയുടെ ഹിന്ദുത്വ ഐഡിയയിലേക്കാണ് ഇപ്പോൾ CPMന്റെയും പോകുന്നത്. ഇതിന് തിരിച്ചടി നൽകുന്ന രീതിയിൽ ഡൽഹിയിൽ ഉൾപ്പെടെ കെജ്രിവാളും ചില നടപടികൾ
നടത്തിയിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചിരിക്കുക, അയോധ്യയിലേക്കെല്ലാം ഡൽഹി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ആത്മീയ പാക്കേജ് നടപ്പിലാക്കുന്നത്. ഇനി ഇത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ബാങ്കാണ് ആദ്യം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ CPM സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇനി ഇത്തരം നടപടിയിലേക്ക് പോകുമോ എന്നും നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.